ബോയ്സ് ആകട്ടെ പരമാവധി ഓർഡർ കിട്ടുന്നതിന് വേണ്ടി അമിതവേഗതയിൽ വാഹനം ഓടിക്കുന്നു. സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെ ഒട്ടേറെ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ നാട്ടിൽ സജീവമാണ്. പക്ഷേ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡെലിവറി ബോയ്സിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറഞ്ഞ ടൈമിൽ മാക്സിമം ഡെലിവറി നടത്താൻ അവർ ശ്രമിക്കും. അതുകൊണ്ട് ഗുണങ്ങൾക്കേറെ ദോഷങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ MVD 15 ദിവസത്തിനകം റോഡ് സുരക്ഷാ നയം വ്യക്തമാക്കാൻ കമ്പനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിനെപ്പറ്റി ഡെലിവറി ബോയ്സ് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ പതുക്കെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഓർഡറൊന്നും കിട്ടത്തില്ല. ഒരു ഓർഡറിന് 25 രൂപ വെച്ചാണ് കിട്ടുന്നത്. മണിക്കൂർ ഒരു 4 ഓർഡറെങ്കിലും എടുത്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. നമ്മൾ 40 സ്പീഡിലേ പോകാറുള്ളൂ. ഞങ്ങൾക്ക് ചുരുങ്ങിയ സമയത്തിന് 1-2 കിലോമീറ്റർ തരിക. 1-2 കിലോമീറ്ററിൽ ഞങ്ങൾക്ക് ഈ ട്രാഫിക്കും ഇതൊക്കെ കടന്നിട്ട് ഞങ്ങളാണ്ട് എത്തണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അലറ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് തന്നെ ഒരു ഇറിറ്റേറ്റാണ്. ഇത്ര സമയം കൊണ്ട് എത്തിക്കേണ്ട സമയം ലേറ്റായി എന്ന് പറയുന്നത്. നമുക്ക് ഈ ട്രാഫിക്കും ഈ നിയമങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം പോവാൻ. കണ്ടല്ലോ, ഇതാണ് ഡെലിവറി ബോയ്സിന് പറയാനുള്ളത്. മണിക്കൂറിൽ ഏകദേശം 4 ഓർഡറെങ്കിലും എടുത്താലേ അവർക്ക് പിടിച്ചു നിന്ന് പോകാൻ പറ്റുള്ളൂ. ഒരു ഓർഡറിന് കിട്ടുന്നതോ 25 രൂപ. അങ്ങനെ നോക്കുമ്പോൾ മണിക്കൂറിൽ 100 രൂപ. ഏകദേശം 10 മണിക്കൂറെങ്കിലും പണിയെടുത്താലേ അവന് പിടിച്ചു നിന്ന് പോകാൻ പറ്റുള്ളൂ. കൂടാതെ ഫുഡ് ഡെലിവറി വൈകിയാൽ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ള പരാതിയും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറും ഇതെല്ലാം കൊണ്ട് അവൻ ഓവർ സ്പീഡായി വണ്ടി ഓടിക്കാൻ നിർബന്ധരാകുന്നു എന്നതാണ് വാസ്തവം. ഇത് ഫുഡ് ഡെലിവറി ബോയ്സിൽ മാത്രം ഒതുങ്ങുന്നൊരു വിഷയമല്ല, മറിച്ച് പാക്കറ്റ് ഡെലിവറി ചെയ്യുന്ന ബോയ്സിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ്. കാരണം തിരക്കേറിയ നഗരമാവുമ്പോൾ ഒരുപാട് ട്രാഫിക്കും അതുപോലെ തന്നെ ഒരുപാട് പാക്കറ്റും ഡെലിവറി ചെയ്ത് തീർക്കാനുണ്ടാവും. നിങ്ങൾക്ക് ഡെലിവറി ബോയ്സിൻ്റെ യാത്രയെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.